അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയും പ്രഥമ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരനാണ് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഷോഭിക വെഡിങ്സ്, ബിഗ് മോൾ, കാഞ്ഞങ്ങാട്, കോഴിക്കോട്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. മുൻവർഷത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും വരും വർഷം നടപ്പാക്കാനുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയുമാണ് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി 2026-27 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രവർത്തനം പുതിയ കാലത്തെ സംവിധാനങ്ങൾക്കനുസരിച്ച് മാറ്റുന്നതിനും പുതുതായി സ്ഥലം ഏറ്റെടുക്കുന്നതിനും അതിനനുസൃതമായിട്ടുള്ള കെട്ടിടം പണിയുന്നതിനും ബജറ്റിൽ പരാമർശമുണ്ട്. സാംസ്കാരിക രംഗത്തിനും കാര്യമായ പരിഗണനയുണ്ട്. കാർഷിക മേഖലയിൽ പഞ്ചായത്തിനകത്ത് കാർഷിക കൂട്ടായ്മ രൂപീകരിച്ച് നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനും തരിശുരഹിത പാടങ്ങൾ ഉണ്ടാക്കാനും പഞ്ചായത്തിനകത്തെ നെൽപ്പാടങ്ങളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കാനും പദ്ധതികളുണ്ട്. സംസ്ഥാനത്ത് തന്നെ ആരോഗ്യമേഖലയിൽ ആദ്യമായി തയ്യാറാക്കിയ ആരോഗ്യ ഗ്രാമ പദ്ധതി മികച്ച നിലയിൽ നടപ്പിലാക്കും. കൂടാതെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ച് രോഗികൾക്ക് മിതമായ നിരക്കിൽ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ബജറ്റിൽ പറയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. വനിതാ സംരംഭക വർഷത്തിന്റെ ഭാഗമായി സംരംഭം പ്രോത്സാഹിപ്പിക്കാൻ 5 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി വയോജന സൗഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി ഹാപ്പിനെസ് പാർക്കുകളും സ്ഥാപിക്കും. ഇങ്ങനെ പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളുടെയും പുരോഗതി കുതകുന്ന പദ്ധതികളാണ് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടൻ പ്രഭാകരൻ അവതരിപ്പിച്ച ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഈ മേഖലകളിൽ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. പ്രാരംഭ ബാക്കി 14,04,22,400 രൂപയാണ്. പ്രതീക്ഷിത വരവ് 49,38,39,439. പ്രതീക്ഷിത ചെലവ് 53,72,28,420. നീക്കിയിരിപ്പ് 10,33,419 രൂപ. ഇതാണ് ബഡ്ജറ്റിന്റെ ആകെ തുക എന്നുള്ള നിലയിൽ. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.കെ. മഞ്ജിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് വെള്ളംതട്ട, കെ. ബിന്ദു, അബ്ദുൽ കരീം, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും സംബന്ധിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എൻ.എം. സുധീർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.